ദൈവപ്രീതിക്കായിട്ട് ആദ്യം നടത്തുന്നത് ഇന്നും അമ്പലങ്ങളിൽ മന്നും മറകളിലൊക്കെ അതാണ്. ഏഴുവട്ടം കളി അല്ലെങ്കിൽ പാട്ടിക്കളി എന്നാണ് പറയുക. ശേഷമാണ് പൊറാട്ട് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ 2 പ്രാവശ്യമായിട്ടാണ് ഈ ദൈവിക ഈ ഏഴുവട്ടം കളി എന്ന പാട്ടിക്കളി. ആദ്യം തുടക്കം, പിന്നെ ഭഗവതിനെ നമ്മൾ എഴുന്നള്ളിക്കുകയാണ്. എന്നിട്ട് അത് നമ്മുടെ പന്തൽ കൊണ്ട് വെക്കും. അതാണ് ഒരു തിരി അവിടെ കത്തുന്നത്, നിലവിളക്ക്. അതാണ് സങ്കല്പം. എന്നിട്ട് വീണ്ടും ആ നിലവിളക്ക് അവിടെ കൊണ്ട് കൊടുക്കണം അമ്പലത്തിൽ. അതുവരെ ഞങ്ങളോടൊപ്പമാണ് ഭഗവതി. ഈ കളി കണ്ട് രസിക്കുകയാണ് എന്നാണ് ഒരു സങ്കല്പം. അത് ഈ വർഗത്തിന് മാത്രമേ പറ്റുള്ളൂ. വേഷം ആർക്കും ആവാം. പക്ഷേ ഈ ഏഴുവട്ടം കളി പറഞ്ഞ അനുഷ്ഠാന കലാരൂപം ഉണ്ടല്ലോ, അത് ഈ ജാതിക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. അനുഷ്ഠാനേതരം എന്ന് പറയാവുന്ന പൊറാട്ട് കളിയുടെ ഉത്ഭവം ഏഴടക്കം കളി അല്ലെങ്കിൽ ഏഴുവട്ടം കളി എന്ന ഒരു അനുഷ്ഠാന രൂപത്തിൽ നിന്നാണ് എന്നത് രസകരമായ ഒരു കാര്യമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിൽ നടക്കുന്ന പൊറാട്ടും ഈ പാടവരമ്പത്തിലുള്ള ക്ഷേത്രത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന, അഥവാ അകത്തെ കളിയെയും പുറത്തെ കളിയെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു അനുഷ്ഠാന രൂപമായി ഏഴടക്കം കളി വരുന്നത്. ഏഴടക്കം എന്നത് 7 ചുവടുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. അതോടൊപ്പം തന്നെ 10 പേർ അല്ലെങ്കിൽ മിനിമം 7 പേരെങ്കിലും പങ്കെടുക്കണം എന്നതാണ് ഏഴടക്കം കളിയുടെ പ്രത്യേകത. 7 വട്ടം കളിക്കുന്നു എന്ന അർത്ഥത്തിലും ഏഴുവട്ടം കളി എന്ന് പറയാറുണ്ട്. ഇതിൽ 4 വട്ടം കളി രാത്രിയും 3 വട്ടം കളി പകലും ഈ പൊറാട്ട് കഴിഞ്ഞതിന് ശേഷവുമാണ് അവതരിപ്പിക്കുന്നത്. അങ്ങനെ പൊറാട്ടിന് മുമ്പും പൊറാട്ടിന് ശേഷവും അവതരിപ്പിക്കുക എന്നതാണ് ഏഴടക്കം കളിയുടെ പ്രത്യേകത. തൊണ്ടാർ വനത്തിലെ ആദ്യ രാരവും കണ്ണിയും ചേർന്ന് കളിച്ച ആദ്യ കളിയുടെ പുനരവതരണം എന്ന അർത്ഥത്തിലാണ് പലപ്പോഴും ഇതിൻ്റെ രംഗാവതരണം നടത്താറുള്ളത്. മന്നും മറിയും കല്ലും കരുവും, അമ്പലമില്ല, കുളവുമില്ല, ദൈവവുമില്ല, ക്ഷേത്രമില്ല, ഒന്നുമില്ല. മന്നും മറിയും പറയുന്നത് മരച്ചോടിനെയാണ്. അവിടെ ഇത് ആവർത്തിച്ചാൽ നിങ്ങൾക്ക് ഭക്ഷണത്തിനുള്ള വക കിട്ടും. ഒരു കാര്യം ചെയ്യേ, എന്നാ ഇത് കെട്ടി കളിച്ചോ എന്നും പറഞ്ഞ് ഭഗവതിൻ്റെ ദേഹത്തുനിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുത്തതാണ് ഈ മാർബടം കെട്ടി കളിക്കേണ്ടത്. ഇന്നും ഉണ്ട് ഏഴുവട്ടം കളിയിൽ അല്ലെങ്കിൽ പാട്ടിക്കളിയിൽ. ആ മാർബടം ഭഗവതിൻ്റെ ആഭരണമാണ്. ഏഴടക്കം കളിയുടെ മറ്റൊരു സവിശേഷത നമുക്കൊക്കെ അറിയാവുന്നതുപോലെ പൊറാട്ട് എന്ന് പറയുന്നത് പൂർണ്ണമായും പുരുഷന്മാരാണ് അവതരിപ്പിക്കുന്നത്. സ്ത്രീവേഷം ഒക്കെ പുരുഷന്മാരാണ് കെട്ടുന്നതെങ്കിൽ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള, പലയിടങ്ങളിലും സ്ത്രീകൾ മാത്രം അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ് ഏഴടക്കം കളി എന്ന് പറയുന്നത്. ചിലയിടത്ത് പുരുഷന്മാരും സ്ത്രീകളും ചേർന്ന് അത് അവതരിപ്പിക്കുന്നു. പൂർണ്ണമായിട്ടും അനുഷ്ഠാന സ്വഭാവത്തിൽ സവിശേഷമായ രീതിയിൽ വേഷം കെട്ടിക്കൊണ്ട് ക്ഷേത്രത്തിനകത്ത് പന്തലിട്ട് കളിക്കുകയാണ് ഏഴടക്കം കളിയിൽ ചെയ്യുന്നത്. മധ്യപ്രായത്തിലുള്ള സ്ത്രീകളാണ് ഇതിനകത്ത് കളിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ തള്ളക്കളി എന്ന പേര് കൂടെ ഏഴടക്കം കളിക്ക് ഉണ്ട്. പൂർണ്ണമായും ഭഗവതിയെ പ്രീതിപ്പെടുത്തുക, ഭഗവതിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ പറയുന്ന ഏഴടക്കം കളിയുടെ പൊറാട്ട് കളിയുടെ ചരിത്രം പറയുക എന്ന ലക്ഷ്യമാണ് ഈ ഏഴടക്കം കളിക്കുള്ളത്. ആ അർത്ഥത്തിൽ ഭഗവതി കളി എന്നും അതിനകത്ത് ഈ ഒരു കളിക്ക് പേര് പറയാറുണ്ട്. വിറകിട്ട് കൂട്ടി തീ കത്തിക്കുന്നതിൻ്റെ പ്രതീകമായി വേദിയിൽ അതുമായി ബന്ധപ്പെട്ട ഒരുക്കാനങ്ങളുണ്ടാവും. അതോടൊപ്പം തന്നെ ഒരു വള്ളിയിൽ അല്ലെങ്കിൽ ഒരു തുണിയിൽ പിടിച്ചുകൊണ്ടാണ് ഈ വള്ളിയിൽ പിടിച്ച് നൃത്തം ചെയ്ത ആ രൂപത്തെ അവർ അനുകരിക്കുന്നത്. ഈ വള്ളി ഒരു പാമ്പായിരുന്നു എന്നാണ് പിറ്റേന്ന് കാലത്ത് നോക്കുമ്പോൾ പാമ്പായി കണ്ടു എന്നും ഇതിനകത്തുള്ള ഉൽപ്പത്തി കഥകളിൽ നമുക്ക് കാണാൻ കഴിയും. ആ വള്ളി പിടിച്ചതിനാണ് ഇപ്പം മറ പിടിക്കുന്നത്. വള്ളി അന്ന് പിടിച്ചതിനാണ് മറ പിടിക്കുന്നത്. പിന്നെ ഈ പൊളപ്പ് കത്തിച്ചു, വിറക് കത്തിച്ചു പറഞ്ഞതിനാണ് നമ്മൾ ഈ പന്തം കൊളുത്തി പിടിക്കേണ്ടത്. ചിലവിടെ വിറകന്നെ കത്തിക്കുന്നുണ്ട്.
ഇങ്ങനെ ഈ രീതിയിൽ തങ്ങളുടെ വംശമഹിമയെ അഥവാ പൊറാട്ടിൻ്റെ ഉൽപ്പത്തി കഥയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഏഴടക്കം കളിയിലൂടെ അവതരിപ്പിക്കുന്നത്. ഈ അർത്ഥത്തിൽ വലിയൊരു അനുഷ്ഠാനത്തിൻ്റെ ദൈവികമായ ഒരു അനുഷ്ഠാന തലത്തിൽ നിന്ന് തുടങ്ങി തുറന്ന ഹാസ്യത്തിലേക്കും അല്ലെങ്കിൽ അതിൻ്റെ പിറകിലുള്ള സാമൂഹ്യവും രാഷ്ട്രീയവുമായിട്ടുള്ള ചില വലിയ ഉന്നങ്ങളുള്ള സാമൂഹ്യ വിമർശനത്തിലേക്കും തിരിച്ച് വീണ്ടും ഈ അനുഷ്ഠാനത്തിലേക്കും എത്തുന്ന ഒരു ചാക്രികമായ രീതി ഈ ഒരു രാത്രി മുഴുവൻ നീളുന്ന അനുഷ്ഠാനത്തിനുണ്ട് എന്ന് പറയാം. ആ അർത്ഥത്തിൽ ഏഴടക്കം കളിയും പൊറാട്ടും ഒരേ കളിയുടെ തന്നെ രണ്ട് തലങ്ങളായി നമുക്ക് പറയാൻ കഴിയും. ഈ ചടങ്ങുകൾ നമ്മൾ മുഴുവനും പഴയത് കണ്ടു കഴിഞ്ഞാൽ നോക്കിക്കണ്ടാൽ ചാലും തെയ്യാട്ടം അങ്ങനെ ഒരുപാടുണ്ട്. കണ്ണിയാർ കളിയിലൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ആ ദേശം തന്നെ ശുദ്ധിയാവുകയാണ്. കാർഷിക മേഖലയ്ക്ക് ഇറങ്ങി പുതുമഴ പെയ്തു, മേടം വിഷുവിന് ചാലിട്ട് പുതുമഴ പിറ്റേന്ന് വിത്തിട്ട് പൊടിയിലും ചേറ്റിലും പണിതിട്ട് കണ്ടത്തിൽ പഞ്ച വളർത്തണം, പാറുവോ പാത്തുമ്പോ വെക്കമ്പ 100 പറക്കണ്ടം പണിയല്ലേ, പാട്ടുകൾ പാടി ചെയ്യാൻ നാട്ടിനാകെ ഗുണം ചെയ്യാൻ എത്തണം നമ്മൾ പാടത്ത്, ഒത്ത് പിടിക്കണം എല്ലാവരും. കണ്ടോ അവൻ്റെ കൂട്ടൊരുമ? നമ്മളെല്ലാവരും ഒത്തുപിടിക്കണം ഇനി.